ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. നമ്മൾ ഇന്ന് വഷ് ലെവൽ 2 എന്നൊരു വ്യത്യസ്തമായ ഗുജറാത്തി മൂവിയാണ് നോക്കാൻ പോകുന്നത്. സിനിമ OTTയിൽ ഹിന്ദിയിലും ഗുജറാത്തിയിലും മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. ഈ സിനിമയുടെ വൺ ലൈൻ നമുക്ക് നോക്കാം. ഇവിടെ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണ് കാണിക്കുന്നത്. അവിടുത്തെ പെൺകുട്ടികൾ ഭയങ്കര വികൃതികളാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അതേ സ്കൂളിൽ ഭയങ്കരമായ ഒരു സംഭവം നടക്കുകയാണ്. ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ അവിടുത്തെ വിദ്യാർത്ഥിനികളെല്ലാം ഭക്ഷണം കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് വരുന്നു. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവരാരും ആ ക്യാൻറ്റീൻ വിട്ട് പുറത്തു പോയില്ല. അവർ ഇരുന്ന ടേബിളിൽ നിന്ന് പോലും എഴുന്നേറ്റിട്ടില്ല. എല്ലാവരും ഉറഞ്ഞു പോയതുപോലെ ഇരിക്കുന്നു. അതേ ഇരിപ്പിരിക്കുകയാണ്. ടീച്ചർമാർ പറഞ്ഞു നോക്കുന്നു, വാർഡൻ പറഞ്ഞു നോക്കുന്നു, പോലീസ് വന്ന് പറഞ്ഞിട്ട് പോലും അവർ ആ ടേബിളിൽ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ഇതിലെ ഏറ്റവും ഭീകരമായ കാര്യം എന്തെന്നാൽ അതിൽ ഒരു 10 വിദ്യാർത്ഥിനികൾ മാത്രം എഴുന്നേറ്റ് ആ സ്കൂളിന്റെ ടെറസിന്റെ അറ്റത്ത് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ആ സ്കൂളിൽ നടക്കുന്ന ഓരോ സംഭവവും, വിദ്യാർത്ഥിനികൾ ചെയ്യുന്ന ഓരോ കാര്യവും നിങ്ങളെ ഞെട്ടിക്കും. ഇത് ഈ സിനിമയുടെ 2ാം ഭാഗമാണ്. ഇതേ സിനിമയ്ക്ക് ഒരു ആദ്യ ഭാഗവും ഉണ്ട്. ഫസ്റ്റ് പാട്ട് കണ്ടാൽ മാത്രമേ ഈ പാട്ട് മനസ്സിലാകൂ എന്ന് ചോദിക്കരുത്. അത് കാണാതെ തന്നെ വളരെ നന്നായി ഒരു ഫ്രഷായ കഥയായാണ് ഇവരിത് എടുത്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ കുറച്ച് സ്കൂൾ വിദ്യാർത്ഥിനികളെ കാണിക്കുകയാണ്. അവരെല്ലാവരും വേഗത്തിൽ തങ്ങളുടെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. ഒരു വിദ്യാർത്ഥിനിയെ അവരുടെ അച്ഛൻ കാറിൽ വന്ന് ഡ്രോപ്പ് ചെയ്യുന്നു. മറ്റൊരു കുട്ടി അമ്മയുടെ കയ്യിൽ നിന്ന് നന്നായി വഴക്ക് കേട്ടിട്ട് അടുത്ത പരീക്ഷയ്ക്ക് നന്നായി പഠിച്ച് മാർക്ക് വാങ്ങിക്കോളാം എന്ന് വാക്കുകൊടുത്ത് അവരുടെ സ്കൂൾ ബസ്സിൽ കയറി വരുന്നു. അപ്പോൾ ആ ബസ്സിനെ ഒരു കാറ് വന്ന് തടയുകയും അതിൽ നിന്ന് മറ്റൊരു കുട്ടി ഓടി വന്ന് ആ ബസ്സിൽ കയറുകയും ചെയ്യുന്നു. ഇങ്ങനെ എല്ലാവരും രാവിലെ 8:15 അസംബ്ലി തുടങ്ങുന്നതിന് മുമ്പ് ആ സ്കൂളിൽ എത്തിച്ചേരുന്നു. വാച്ച്മാനും വിസിലടിച്ച് വേഗം പോകും, ഇനി 5 മിനിറ്റിനുള്ളിൽ പ്രെയർ തുടങ്ങും, അതിനുശേഷം ലേറ്റാണ്, ആരെയും സ്കൂളിനകത്ത് പ്രവേശിപ്പിക്കില്ല എന്ന രീതിയിൽ വിളിച്ചു പറയുന്നുണ്ട്. അതിനിടയിലാണ് മറ്റൊരു വിദ്യാർത്ഥിനിയെ കാണിക്കുന്നത്. ആ കുട്ടി ഏതൊരു പ്രണയത്തിലാണ്. അവളുടെ അച്ഛൻ സ്കൂൾ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വരണം, ആ പയ്യന്റെ പുറകെ പോയാൽ ഞാൻ നിന്നെ കൊന്നു കളയും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് സ്കൂളിലേക്ക് വിടുന്നത്. അതൊരു പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ധാരാളം സ്പോർട്സ് ആക്ടിവിറ്റികളും അവിടെയുള്ളതായി കാണിക്കുന്നു. അങ്ങനെയുള്ള ആ പ്രൈവറ്റ് സ്കൂളിന് ഒരു പ്രിൻസിപ്പൽ ഉണ്ട്. അവരുടെ പേര് ജയ. അവരും പ്രെയർ തുടങ്ങുന്നതിന് മുമ്പ് സ്കൂളിലെത്തുന്നു. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളായതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയാണ് അവർ ആ സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അങ്ങനെ അസംബ്ലി തുടങ്ങി നല്ല രീതിയിൽ അവസാനിച്ചു. ഇപ്പോൾ ക്ലാസ്സുകളും കഴിഞ്ഞ് വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കെ ലഞ്ച് പീരീഡ് വരുന്നു. ഇവിടെ നിന്നുമാണ് സംഭവങ്ങൾ ആരംഭിക്കുന്നത്. വലിയ പ്രൈവറ്റ് സ്കൂൾ ആയതുകൊണ്ട് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് ലഞ്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. വളരെ ഹെൽത്തി ആയ ലഞ്ച് അവർക്ക് സ്കൂളിൽ നിന്ന് തന്നെ കൊടുക്കും. അങ്ങനെ ആ ക്യാൻറ്റീനിലേക്ക് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും വന്നിരിക്കുന്നു. ഹോട്ടലിൽ മിനി മീൽസ് ഓർഡർ ചെയ്താൽ ഒരു പ്ലേറ്റിൽ കിട്ടില്ലേ, അതുപോലെ ഒരു പ്ലേറ്റിൽ പലതരം വിഭവങ്ങളുമായി എല്ലാ വിദ്യാർത്ഥിനികൾക്കും അവിടുത്തെ ജീവനക്കാർ ഭക്ഷണം കൊടുക്കുന്നു. വിദ്യാർത്ഥിനികളും അത് സംസാരിച്ചുകൊണ്ട് ജോളിയായി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ വിദ്യാർത്ഥിനിയും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു മാറ്റം അവർക്ക് അനുഭവപ്പെടുന്നു. ഭക്ഷണം കഴിച്ച് ലഞ്ച് പീരീഡ് തീരുന്നതുവരെ വിദ്യാർത്ഥിനികൾ അവിടെ നിന്ന് തമാശ പറഞ്ഞ് ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അതിലൊരു കുട്ടി മാത്രം ഒന്നും സംസാരിക്കാതെ നിശബ്ദയായി ഇരിക്കുന്നത് കണ്ടു. കുറച്ചു സമയത്തിനുള്ളിൽ ഓരോ വിദ്യാർത്ഥിനിയുടെയും മുഖം മാറുകയാണ്. എല്ലാവരും നിശബ്ദരായി കൈകൾ കെട്ടി ആ ടേബിളിൽ ഗൗരവത്തിലിരിക്കുന്നതായി കാണിക്കുന്നു. അതുവരെ ബഹളമായിരുന്ന ആ ക്യാൻറ്റീൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരു ശ്മശാന മുഖത്തിലേക്ക് മാറുന്നു. ഒരു ചെറിയ സൂചി താഴെ വീണാൽ പോലും വലിയ ശബ്ദത്തിൽ കേൾക്കും, അത്ര നിശബ്ദത. ഇത് ക്യാൻറ്റീനിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്ന ആ 2 സ്ത്രീകളും കാണുന്നു. കുട്ടികൾക്ക് എന്തുപറ്റി, എല്ലാവരും നിശബ്ദരായല്ലോ, എന്താ ഇവിടെ നടക്കുന്നത് എന്നോർത്ത് അവർ പരിഭ്രാന്തരാവുന്നു. ചിത്ര, ലക്ഷ്മി, നിങ്ങളെയാണ് വിളിക്കുന്നത്, എന്തിനാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥിനികളും ഭയങ്കരമായി ശ്വാസം മുട്ടുന്നതായും അതിലൊരു കുട്ടി തല കറങ്ങി താഴെ വീഴുന്നതായും കാണിക്കുന്നു. അപ്പോഴാണ് ആ ക്യാൻറ്റീനിലേക്ക് വാതിൽ തുറന്ന് ഒരു അജ്ഞാത വ്യക്തി കടന്നു വരുന്നത്. ആ വ്യക്തിയെ അവിടെയുള്ള എല്ലാ വിദ്യാർത്ഥിനികളും തിരിഞ്ഞു നോക്കുന്നതായി കാണിക്കുന്നു. ആ അജ്ഞാതൻ അവിടെയുള്ള ഒരു 10 വിദ്യാർത്ഥിനികളോട് മാത്രം എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. ആ 10 പേരുടെ പേര് ചോദിച്ചറിഞ്ഞ് അവർക്കൊരു നിർദ്ദേശം നൽകുന്നു. അതായത് ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണമെന്ന്. അതിന് ആ വിദ്യാർത്ഥിനികൾ ഓക്കെ എന്ന് പറയുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ഒരു ടീച്ചറെ കാണിക്കുന്നു. അവരും ലഞ്ച് കഴിച്ച് ഇന്ന് 2 പീരീഡ് എക്സ്റ്റെൻഡ് ചെയ്ത് പോർഷൻ എടുത്ത് കളയാം എന്ന് പറഞ്ഞ് ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടി പോലുമില്ല. അവർക്ക് ആകെ ഷോക്കാവുന്നുണ്ട്. ക്ലാസ് റൂമിന്റെ ജനലിലൂടെ നോക്കുമ്പോൾ ടെറസിൽ നിന്ന് ഏതൊരു കുട്ടി താഴെ വീണതുപോലെ അവർക്ക് തോന്നുന്നു. അവർ പേടിച്ച് പുറത്തേക്ക് ഓടി വന്ന് നോക്കുമ്പോൾ ശരിക്കും ഒരു കുട്ടി ടെറസിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നു. അവർ മുകളിലേക്ക് നോക്കുമ്പോൾ അതേ ടെറസിൽ 9 വിദ്യാർത്ഥിനികൾ അറ്റത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ, ഞങ്ങൾ താഴെ വീഴാൻ പോകുന്നു, രക്ഷിക്കൂ എന്ന രീതിയിൽ അലറി കരയുകയാണ്. ഇത് ആ ടീച്ചറും കണ്ട് ഭയങ്കരമായി നിലവിളിക്കുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് വാച്ച്മാനും ഓടി വരുന്നു. വാച്ച്മാൻ നേരെ ഓടിച്ചെന്ന് പ്രിൻസിപ്പലിനെയും കൂട്ടിക്കൊണ്ടുവരുന്നു. പ്രിൻസിപ്പലും എന്തു പറ്റിയെന്ന് ചോദിച്ച് പുറത്തു വന്ന് നോക്കുമ്പോൾ ആ കുട്ടി മരിച്ചു കിടക്കുന്നത് കണ്ട് ഞെട്ടുന്നു. അവർ ടെറസിലേക്ക് നോക്കുന്നു. അവിടെയും ധാരാളം വിദ്യാർത്ഥിനികൾ അലറി കരയുകയാണ്. മക്കളെ എന്താ അവിടെ ചെയ്യുന്നത്, എല്ലാവരും താഴേക്ക് ഇറങ്ങി വരുമെന്ന് പ്രിൻസിപ്പൽ വിളിച്ചു പറയുന്നു. മാം, ഞങ്ങൾക്ക് ഇറങ്ങാൻ കഴിയില്ല, എന്നാൽ ഞങ്ങൾക്ക് താഴെ വീഴാനും കഴിയുന്നില്ല, ഞങ്ങൾ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്ന രീതിയിൽ ആ 9 വിദ്യാർത്ഥിനികളും കരയുന്നു. കുറച്ചു നേരം നിൽക്കും മക്കളെ, ഞാൻ മുകളിലേക്ക് വരാമെന്ന് പറഞ്ഞ് പ്രിൻസിപ്പലും വാർഡനും മറ്റു ടീച്ചർമാരും എല്ലാവരും ഇപ്പോൾ മുകളിലേക്ക് ധൃതിയിൽ ഓടി വരികയാണ്.
എന്താ മക്കളെ ചെയ്യുന്നത്? താഴെ വാ, ദാ ഞങ്ങൾ അടുത്ത് വരാമെന്ന് പറഞ്ഞ് അവർ അടുത്തെത്തുമ്പോൾ മാം അടുത്ത് വരരുത് മാം, ഞങ്ങൾ ചാടും മാം, പക്ഷെ ഞങ്ങളെ രക്ഷിക്കും മാം എന്ന് വിദ്യാർത്ഥിനികൾ കരയുന്നു. എന്താ മക്കളെ നിങ്ങൾ ഈ പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, എനിക്ക് ഭയമാവുന്നു, വരൂ മക്കളെ എന്ന് പറയുമ്പോൾ അവിടുത്തെ വാച്ച്മാൻ ഒരു കുട്ടിയെ രക്ഷിക്കാനായി അടുത്തേക്ക് പോകുന്നു. അതോടെ ആ കുട്ടി ടെറസിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ഇതിൽ പ്രിൻസിപ്പൾ ആകെ തകർന്ന് താഴെ ഇരിക്കുന്നു. അങ്ങനെ ആ പ്രിൻസിപ്പളിന്റെ കൺമുന്നിൽ വെച്ച് ടെറസിൽ നിന്നിരുന്ന ഓരോ വിദ്യാർത്ഥിനിയും താഴേക്ക് ചാടി തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുന്നു. സീൻ കട്ട് ചെയ്താൽ നമ്മുടെ സിനിമയിലെ ഹീറോയെ കാണിക്കുന്നു. ഹീറോയുടെ പേര് അഥർവ. അഥർവയ്ക്ക് ഒരു മകളുണ്ട്, അവളുടെ പേര് ആര്യ. ഏകദേശം 12 വർഷമായി ഹീറോയുടെ മകൾക്ക് സംസാരിക്കാനോ നടക്കാനോ ഒന്നും തിരിച്ചറിയാനോ കഴിയില്ല. അങ്ങനെ നമ്മുടെ അഥർവയാണ് തന്റെ മകളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്നത്. ഹീറോയുടെ മകൾക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതാണ് സത്യത്തിൽ 1-ാം ഭാഗം. ലളിതമായി പറഞ്ഞാൽ ഇപ്പോൾ ഹീറോയുടെ റോളിൽ അജയ് ദേവ്ഗൺ എന്ന ഹിന്ദി നടൻ അഭിനയിച്ചിരിക്കുന്നു. കാരണം ഈ സിനിമയുടെ 1-ാം ഭാഗം ഹിന്ദിയിലും എടുത്തിരുന്നു. അതിൽ നമ്മുടെ മാധവനായിരുന്നു വില്ലൻ. ആ കഥ ഒരു മിനിറ്റിൽ ലളിതമായി പറയാം. അത് നിങ്ങൾക്ക് ഈ കഥ തുടർന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. നമ്മുടെ ഹീറോയും ഭാര്യയും മകളും മകനും അങ്ങനെ 4 പേരും കാറിൽ ഒരു ഡ്രൈവിന് പോവുകയാണ്. അപ്പോൾ ഒരു ചായക്കടയിൽ നിർത്തുന്നുണ്ട്. ആ ചായക്കടയിൽ മാധവനുണ്ട്. ഹീറോയുടെ കയ്യിൽ ചില്ലറ ഇല്ലാത്തതുകൊണ്ട് ഒരു 10 രൂപയുടെ ചായ മാധവൻ ഹീറോയുടെ മകൾക്ക് വാങ്ങിക്കൊടുക്കുന്നു. അതിനുശേഷം ഒരു ചോക്ലേറ്റ് കൊടുത്ത് കഴിപ്പിക്കുന്നു. അതിലൂടെ ഹീറോയുടെ മകളെ അയാൾ മന്ത്രം ചെയ്ത് തന്റെ നിയന്ത്രണത്തിലാക്കുന്നു. അതിനുശേഷം ഹീറോയുടെ വീടിനുള്ളിൽ കയറി ഹീറോയുടെ മകളെ ഉപയോഗിച്ച് തന്നെ ഹീറോയെയും ഭാര്യയെയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഒരു ഘട്ടത്തിൽ ഹീറോയുടെ മകളെ അയാൾ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഈ സംഭവത്തിൽ ഹീറോയുടെ ഭാര്യയും മകനും മരണപ്പെടുന്നു. അതിനുശേഷമാണ് ഹീറോ ആ വില്ലൻ മാധവനുള്ള സ്ഥലത്തേക്ക് പോയി നീ മന്ത്രം ചൊല്ലുന്നത് കൊണ്ടാണല്ലോ എൻ്റെ മകൾ നിന്റെ നിയന്ത്രണത്തിലിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആ വില്ലനെ നാവ് അറുത്തുമാറ്റി മകളെ രക്ഷിച്ചുകൊണ്ട് വരുന്നത്. ആ വില്ലനെ വെറുതെ വിടാതെ തൻ്റെ മകളെ പോലെ വേറെയും ഒരുപാട് പെൺകുട്ടികളെ ആ വില്ലൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്ന് കരുതി ആ വില്ലന്റെ നാവ് അറുത്ത് സ്വന്തം വീടിനുള്ളിലെ ഒരു മുറിയിൽ 12 വർഷമായി അടച്ചിട്ടിരിക്കുകയാണ്. ഈ സംഭവത്തിന് ശേഷമാണ് ഹീറോയുടെ മകൾക്ക് ആ വില്ലൻ ചെയ്ത മന്ത്രത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയാതെ 12 വർഷമായി സംസാരമില്ലാതെ കോമയിലുള്ള പോലെ ചിരിച്ച മുഖത്തോടെ ഇരിക്കുന്നത്. അങ്ങനെ മുൻഭാഗത്ത് അജയ് ദേവ്ഗണായി അഭിനയിച്ച ആളാണ് ഇപ്പോൾ നമ്മുടെ ഹീറോ. വില്ലനായി അഭിനയിച്ച മാധവനാണ് ഈ മുറിയിൽ ബന്ധനസ്ഥനായിരിക്കുന്ന പ്രതാപ് എന്ന വില്ലൻ. കഥ ഇപ്പോഴത്തെ കാലത്തേക്ക് വരുന്നു. നമ്മുടെ ഹീറോ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരുന്നു. തന്റെ മകൾക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിലെ ഒരു TV ശ്രദ്ധിക്കുന്നു. അതിൽ ഈ സ്കൂൾ സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നു. ആ സ്കൂളിലെ പ്രിൻസിപ്പളും മീഡിയയുടെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല 10 വിദ്യാർത്ഥിനികൾ പെട്ടെന്ന് താഴേക്ക് ചാടി, ഉള്ളിൽ പഠിക്കുന്ന ബാക്കി വിദ്യാർത്ഥിനികൾ ക്യാൻറ്റീനിൽ ഒരു പ്രതിമ പോലെ ഇരിക്കുകയാണ് എന്ന രീതിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്നു. ഇതിൽ ആ നാട് മുഴുവൻ ഞെട്ടിവിറച്ചിരിക്കുകയാണ്. പ്രധാനമായും ആ സ്കൂളിൽ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥിനികളുടെ അച്ഛനമ്മമാരെല്ലാവരും സ്കൂളിന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. ഞങ്ങളെ അകത്തേക്ക് വിടൂ, ഞങ്ങളുടെ മക്കളെ കാണണം എന്ന രീതിയിൽ കരയുന്നു. ഇപ്പോൾ ഒരു ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ ഒരു പോലീസ് സംഘം ആ സ്കൂളിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. അവിടുത്തെ പ്രിൻസിപ്പലിനോട് ഉള്ളിൽ എന്താണ് നടന്നത് എന്നതിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. മറുഭാഗത്ത് നമ്മുടെ ഹീറോ ഈ വിവരം അറിഞ്ഞല്ലോ. അദ്ദേഹം വേഗത്തിൽ തന്റെ വീട്ടിലേക്ക് വരുന്നു. 12 വർഷമായി ഹീറോ ആ വില്ലനെ തന്റെ വീട്ടിൽ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. ആ മുറിയിലേക്ക് വന്ന് ആ വില്ലനെ വിളിച്ചുണർത്തുന്നു. ഒരു ചങ്ങല കൊണ്ടാണ് ഹീറോ ആ വില്ലനെ കെട്ടിയിട്ടിരിക്കുന്നത്. വില്ലൻ ഉണർന്ന ഉടനെ ഹീറോ ചോദിക്കുന്നുണ്ട്, ഡാ സത്യം പറ, ഈ മന്ത്രം ചെയ്യുന്നത്, ഈ കൂടോത്രം വെക്കുന്നത് ഇതൊക്കെ നിന്നെ അല്ലാതെ വേറെ ആർക്കെങ്കിലും അറിയാമോ? എത്ര പേരുണ്ട് ഇങ്ങനെ? നിന്റെ ആളുകളിൽ ഒരാളല്ലേ ഇപ്പോഴും ഈ സ്കൂളിലെ കുട്ടികളോട് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്? സത്യം പറ എന്ന് ചോദിക്കുന്നു. അതിന് ആ വില്ലൻ വളരെ ക്രൂരമായി ചിരിച്ചുകൊണ്ട് എനിക്കറിയില്ല എന്ന രീതിയിൽ തലയാട്ടി. അവിടെ വീണ്ടും ഉറങ്ങാൻ ശ്രമിക്കുന്നു. ആ സ്കൂളിൽ ഒരേ ഒരു വിദ്യാർത്ഥിനിക്ക് മാത്രമാണ് ആ മന്ത്രം ബാധിക്കാതിരുന്നത്. അവൾ മാത്രം ഇപ്പോൾ പോലീസിനോട് വന്ന് പറയുന്നു, ഞാൻ ക്യാൻറ്റീനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബാത്റൂമിൽ പോകാൻ തോന്നി. ബാത്റൂമിൽ പോയി തിരികെ വന്നപ്പോൾ അവിടുത്തെ എൻ്റെ എല്ലാ കൂട്ടുകാരികളും ഉറഞ്ഞുപോയിരിക്കുകയായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പോലീസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സീൻ കട്ട് ചെയ്യുമ്പോൾ ആ ക്യാൻറ്റീൻ കാണിക്കുന്നു. ആ 10 വിദ്യാർത്ഥിനികൾ ഒഴികെ അവിടെയുള്ള ബാക്കി എല്ലാ വിദ്യാർത്ഥിനികളും ശ്വാസം മുട്ടുന്നത് പോലെ ഇപ്പോഴും അവിടെ തന്നെ ഇരിക്കുകയാണ്. പോലീസുകാർ വന്ന് എന്താ മക്കളെ സംഭവിച്ചത്, വാ തുറന്ന് പറയൂ, എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് എല്ലാവരോടും ചോദിക്കുന്നു. ആരും വാ തുറക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അതിലൊരു വിദ്യാർത്ഥിനി മാത്രം എഴുന്നേറ്റ് വന്ന് പറയുന്നു, സാർ ഞങ്ങളെ എങ്ങനെയെങ്കിലും രക്ഷിക്കൂ സാർ, ഞങ്ങൾക്ക് ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആ പ്രതാപിനെ എങ്ങനെയെങ്കിലും തേടി കണ്ടുപിടിക്കൂ സാർ, പ്രതാപിനെ നിങ്ങൾ തേടി കണ്ടുപിടിച്ച് തന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് റിലീസാവാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. പോലീസിന് ഒന്നും മനസ്സിലാവുന്നില്ല. പ്രതാപോ? ആരാ മോളെ അത്? ആരെയാ ചോദിക്കുന്നത് എന്ന് അദ്ദേഹം വീണ്ടും ചോദിക്കുന്നു. അതൊന്നും അറിയില്ല സാർ, പ്രതാപിനെ മാത്രം കണ്ടുപിടിക്കൂ എന്നുള്ള രീതിയിൽ കരയുന്നു. അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇവിടെ ഭയങ്കരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും എന്ന് പറഞ്ഞ് അവൾ മറ്റ് 15 വിദ്യാർത്ഥികളോട് തയ്യാറാവാൻ പറയുന്നു. അങ്ങനെ അതിൽ നിന്ന് ഒരു 15 മുതൽ 20 വരെ വിദ്യാർത്ഥിനികൾ പെട്ടെന്ന് എഴുന്നേറ്റ് വളരെ വേഗത്തിൽ ഓടി വരുന്നു. അവർ മുന്നിലുള്ള പോലീസുകാരെ എല്ലാവരെയും തല്ലുന്നു. ഇതിൽ പ്രിൻസിപ്പൽ പേടിച്ച് താഴെ വീഴാണ്. അപ്പോൾ ക്യാൻറ്റീനിൽ ജോലി ചെയ്തിരുന്ന 2 സ്ത്രീകളെ ആരോ കൊന്നുകളഞ്ഞു എന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പുറത്തേക്ക് ഓടി വന്ന ആ 20 വിദ്യാർത്ഥികൾ പുറത്തുള്ള ഗേറ്റ് തകർത്ത് ഏകദേശം ഒരു സോംബിയെ പോലെ ആയി മാറി.
പുറത്തുള്ള മാതാപിതാക്കളെയും തല്ലുന്നു. റോഡിലുള്ള ആളുകളെ കല്ലെടുത്ത് എറിയുന്നു. ബൈക്കിൽ വരുന്നവരെ തള്ളി താഴെയിട്ട് അവരെ തല്ലുന്നു. അങ്ങനെ റോഡിൽ കാണുന്ന എല്ലാവരെയും അടിച്ചിടിച്ചും കീറിയും ഒരു മൃഗത്തെ പോലെ അവർ പെരുമാറുന്നു. ഇപ്പോൾ ന്യൂസിലും ഈ വിഷയം തന്നെയാണ് ഹെഡ്ലൈനായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളെല്ലാം ലോക്ക്ഡൌൺ ഇട്ടതുപോലെ വീടിനുള്ളിൽ തന്നെ ഇരിക്കുക, ഇവിടെ ചില സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാനസിക നില തെറ്റിയിരിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. ഈ വാർത്ത കേൾക്കുന്ന ഹീറോ ഇതിൽ കൂടുതൽ താൻ മിണ്ടാതിരുന്നാൽ ശരിയാവില്ല, നമ്മളൊരു സ്റ്റെപ്പ് എടുക്കണം എന്ന് പറഞ്ഞ് തന്റെ മകളെ മന്ത്രം ചെയ്തതുപോലെ ഇപ്പോൾ ഈ വിദ്യാർത്ഥിനികളെയും ആരോ മന്ത്രം ചെയ്തിരിക്കുകയാണ്. അങ്ങനെ സംഭവ സ്ഥലത്ത് പോയിട്ട് അത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ഇപ്പോൾ ഈ സ്കൂളിനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്നു. ഇപ്പോൾ രാത്രിയാവുന്നുണ്ട്. പോലീസ് സേന വർദ്ധിക്കുന്നു. ഇപ്പോഴും ആ സ്കൂളിലുള്ള ബാക്കി വിദ്യാർത്ഥിനികൾ ക്യാൻറ്റീൻ ടേബിളിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല. ഇപ്പോൾ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥിനികളുടെ മാതാപിതാക്കളെ പോലീസുകാർ അകത്തേക്ക് പ്രവേശിപ്പിച്ച് നിങ്ങൾ വിളിക്കൂ, അപ്പോഴെങ്കിലും വിദ്യാർത്ഥിനികൾ വരുന്നുണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞ് ഓരോ പെൺകുട്ടിയുടെയും അടുത്ത് വന്ന് അച്ഛനമ്മമാരോട് സംസാരിക്കാൻ വിടുന്നു. എന്നാൽ അച്ഛനമ്മമാർ പറഞ്ഞിട്ടും ഒരു പെൺകുട്ടിയും അവിടെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. എന്തിന് അച്ഛനമ്മമാരോട് ഒരു വാക്ക് പോലും അവർ സംസാരിക്കുന്നില്ല. വീണ്ടും അതിലുള്ള ഒരു വിദ്യാർത്ഥിനി മാത്രം വാ തുറന്ന് നിങ്ങൾ പ്രതാപിനെ കണ്ടുപിടിച്ചോ ഇല്ലയോ, വേഗം കണ്ടുപിടിക്കൂ എന്ന രീതിയിൽ പറയുന്നു. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് നമ്മുടെ ഹീറോ വരുന്നത്. പോലീസുകാരൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഒന്നും സംസാരിക്കാതെ ആ പ്രതാപിനെ കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിനിയുടെ അടുത്ത് വന്ന് എനിക്ക് ആ പ്രതാപിനെ നന്നായി അറിയാം, ആ പ്രതാപിനെ നിന്റെ കയ്യിലോ തന്നാൽ അടുത്തതായി നീ എന്ത് ചെയ്യും എന്ന രീതിയിൽ ആ വിദ്യാർത്ഥിനിയെ നോക്കി അദ്ദേഹം ചോദിക്കുന്നു. ഇപ്പോൾ ആ വിദ്യാർത്ഥിനിക്കും ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല. അപ്പോഴാണ് ഹീറോ പറയുന്നത് ഈ കുട്ടിയെ ആരോ വശീകരിച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഈ സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥിനികളെയും ഒരാൾ വശീകരിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ വലിയ വിശ്വാസം ഇല്ലാതായിരിക്കാം, പക്ഷേ ഇതാണ് സത്യം. 12 വർഷം മുമ്പ് ഞാൻ ഇതുപോലൊരു സാഹചര്യം നേരിട്ടിട്ടുണ്ട്. ഇത് ഇനിയും വഷളാകും. അതിനുള്ളിൽ ഈ വിദ്യാർത്ഥിനികളെ ഇങ്ങനെയാക്കിയത് ആരാണെന്ന് കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറയുന്നു. ഇപ്പോൾ പോലീസുകാരും പ്രിൻസിപ്പളും ആ വ്യക്തിയെ നമ്മൾ എവിടെ പോയി തിരയും എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ എനിക്കറിയാം അവൻ ഇവിടെ തന്നെ ഉണ്ടാകണം, കാരണം അവൻ അടുത്തുണ്ടെങ്കിൽ മാത്രമേ ഈ വിദ്യാർത്ഥിനികൾ അവൻ പറയുന്നതനുസരിച്ച് ഇങ്ങനെ പെരുമാറുകയുള്ളൂ. ഒരുപക്ഷെ ഇപ്പോൾ ഈ മാതാപിതാക്കളായി അകത്ത് വന്നിട്ടുണ്ടല്ലോ, ആ കൂട്ടത്തിൽ അവനും ഉണ്ടാവും എന്ന് പറയുന്നു. അപ്പോഴാണ് ഓപ്പണിംഗ് സീനിൽ വിദ്യാർത്ഥിനികൾ ക്യാൻറ്റീനിൽ വരുമ്പോൾ ഒരു അജ്ഞാതൻ വരുന്നതായി കാണിച്ചിരുന്നല്ലോ, ആ അജ്ഞാതൻ അവിടെ ഒരു രക്ഷിതാവായിരിക്കുന്നത് കാണിക്കുന്നത്. ആ രക്ഷിതാക്കളുടെ ഇടയിൽ നിന്ന് ആ അജ്ഞാതൻ എഴുന്നേൽക്കുന്നു. അവനും എഴുന്നേറ്റ് തന്റെ പേര് രാജ്നാഥ് ആണെന്നും താനാണ് വിദ്യാർത്ഥിനികളെ എല്ലാവരെയും മന്ത്രം ചെയ്ത് തന്റെ വശത്താക്കി നിയന്ത്രിച്ചു വച്ചിരിക്കുന്നതെന്നും പറഞ്ഞു ചിരിക്കുന്നു. ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ സത്യമെല്ലാം ഞാൻ നിങ്ങളോട് പറയണമെങ്കിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥിനികളുടെ അച്ഛനമ്മമാർ ഈ ബിൽഡിംഗ് വിട്ട് പുറത്തു പോകണം എന്ന രീതിയിലും പറയുന്നു. പക്ഷെ ആരും പോകാൻ കൂട്ടാക്കുന്നില്ല. പോകില്ലേ, അപ്പോൾ നിങ്ങളുടെ കൺമുമ്പിൽ ഒരു സംഭവം കാണിക്കാമെന്ന് പറഞ്ഞ് അവിടെ കൂട്ടത്തിലുള്ള ഒരു വിദ്യാർത്ഥിനിയെ വിളിച്ച് മോളെ ആ കത്തിയെടുത്ത് നീ തന്നെ നിന്റെ കൈ മുറിക്ക് എന്ന് രാജ്നാഥ് പറയുന്നു. അതേപടി ആ വിദ്യാർത്ഥിനിയും ചെയ്യുന്നു. അവരുടെ അച്ഛനമ്മമാർ തടഞ്ഞിട്ട് പോലും ആ കുട്ടി അത് നിർത്താൻ കൂട്ടാക്കുന്നില്ല. ഇവനെ കൊന്നുകളഞ്ഞാൽ ഇവിടെയുള്ള വിദ്യാർത്ഥിനികൾ മോചിതരാകുമല്ലോ എന്ന് കരുതി അവിടെയുള്ള ഒരു പോലീസുകാരൻ തന്റെ തോക്കെടുക്കുന്നു. എന്നാൽ അതൊരു വിദ്യാർത്ഥിനി കണ്ടിട്ട് ഞങ്ങളുടെ ഗുരുവിനെയാണോ കൊല്ലാൻ വരുന്നത് എന്ന് ചോദിച്ച് ആ പോലീസുകാരനെ ഒരു കത്തിയെടുത്ത് കുത്തിക്കൊല്ലുന്നു. ഇപ്പോൾ ആ വില്ലനും അവിടെ ഭയങ്കരമായി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ, എന്നെ ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി എന്നെ എന്തെങ്കിലും ചെയ്താൽ ഈ വിദ്യാർത്ഥിനികൾ തന്നെ നിങ്ങളെ ഒരു വഴിയാക്കും. ഇപ്പോൾ ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേൾക്കണം. ഇവിടെയുള്ള എല്ലാവരും പുറത്തു പോ എന്ന രീതിയിൽ വീണ്ടും അലറുന്നു. എന്നാൽ വീണ്ടും അവർ പോകാൻ കൂട്ടാക്കുന്നില്ല. ഇപ്പോൾ ആ പോലീസുകാരൻ്റെ തോക്കുണ്ടല്ലോ, ആ തോക്ക് ഇവിടെയുള്ള ഏത് വിദ്യാർത്ഥിനിക്കാണ് ഉപയോഗിക്കാൻ അറിയാവുന്നത് എന്ന് ആ വില്ലൻ ചോദിക്കുന്നു. അതിലൊരു പെൺകുട്ടി എനിക്ക് ഉപയോഗിക്കാൻ അറിയാമെന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് വരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ കയ്യിലും തോക്ക് കൊടുത്തിട്ട് എല്ലാ അച്ഛനമ്മമാരെയും വെടിവെക്കാൻ പറയുന്നു. അങ്ങനെ 2 പേരുടെ അച്ഛനമ്മമാരെ ആ പെൺകുട്ടി വെടിവെക്കുന്നു. അതിലൊരാൾ ഈ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർ തന്നെയായിരുന്നു. ഇപ്പോൾ അത് കണ്ട് അവിടെയുള്ള അച്ഛനമ്മമാർ എല്ലാവരും പേടിച്ച് പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് നമ്മുടെ ഹീറോയും ആ വില്ലനും മാത്രമാണ് ഉള്ളത്. ശരി, ഇപ്പോൾ പറ, ആ പ്രതാപ് എവിടെയാണ് എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഹീറോയും വില്ലനോട് ആ പ്രതാപ് നിനക്ക് ആരാണ് എന്ന് ചോദിക്കുന്നു. അദ്ദേഹമാണ് എൻ്റെ മെന്റർ, എൻ്റെ ജ്യേഷ്ഠൻ. അദ്ദേഹത്തെയാണ് ഞാൻ 12 വർഷമായി തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം എവിടെയെന്ന് ചോദിക്കുമ്പോൾ അയാൾ എൻ്റെ കൺട്രോളിൽ, എൻ്റെ വീട്ടിൽ തടവിലാണ്. 12 വർഷമായി ഞാൻ അയാളെ വീട്ടിൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. 12 വർഷം മുമ്പ് എൻ്റെ മകളെ അയാൾ തന്ത്രം ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തു വച്ചിരിക്കുന്നത് എന്ന രീതിയിൽ നമ്മുടെ ഹീറോ പറയുന്നു. ഇത് കേട്ട വില്ലൻ രാജ്നാഥിന് ഭയങ്കര ദേഷ്യം വരുന്നു. എൻ്റെ ജ്യേഷ്ഠനെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല, നീ എന്നോട് കള്ളം പറയുകയാണോ? ഈ വിദ്യകളെല്ലാം ഞാൻ പഠിച്ചെടുത്തതിന് പൂർണ്ണ കാരണം എൻ്റെ ജ്യേഷ്ഠനാണ്. അദ്ദേഹത്തെ എങ്ങനെ നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും എന്ന രീതിയിൽ ദേഷ്യപ്പെടുന്നു. ശരി, ഓക്കെ, എൻ്റെ ജ്യേഷ്ഠനെ എൻ്റെ കയ്യിൽ തിരികെ താ, ഞാൻ ഈ പെൺകുട്ടികളെ എല്ലാവരെയും എൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാം എന്നിപ്പോൾ ആ വില്ലൻ ഹീറോയോട് പറയുന്നു. എന്നാൽ ഹീറോയും എനിക്ക് ഈ പെൺകുട്ടികളെ കുറിച്ചല്ല ആശങ്ക, നിന്റെ ജ്യേഷ്ഠൻ കാരണം എൻ്റെ മകൾ 12 വർഷമായി അവൻ്റെ മന്ത്രത്തിൽ കുടുങ്ങി വീട്ടിൽ ഒരേ സ്ഥലത്ത് ഇരിക്കുകയാണ്. അവളെ നിങ്ങൾക്ക് സാധാരണ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. എന്നാൽ ആ വില്ലനും ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഈ പെൺകുട്ടികൾ നിനക്ക് പ്രധാനമല്ല അല്ലേ എന്ന് ചോദിച്ച് അതേ കൂട്ടത്തിലുള്ള ഒരു പെൺകുട്ടിയോട് ശ്വാസം വിടരുത് എന്ന രീതിയിൽ അയാൾ ഓർഡർ ചെയ്യുന്നു. ഇപ്പോൾ ആ പെൺകുട്ടിയും ആ ഓർഡറിന് വഴങ്ങി ശ്വാസം വിടാതെ അവിടെ മരിക്കുന്നതായും കാണിക്കുന്നു. പക്ഷേ ഹീറോ അതിൽ വിഷമിക്കുന്നതായി കാണുന്നില്ല. ഇതൊക്കെ ഞാൻ ഒരുപാട് കണ്ടതാണ്, നീ ഈ പെൺകുട്ടികളെ എന്ത് വേണമെങ്കിലും ചെയ്തോ, എനിക്ക് എൻ്റെ മകളാണ് പ്രധാനം എന്ന് പറഞ്ഞിട്ട് ഹീറോ പുറത്തേക്ക് പോകുന്നു. അപ്പോഴാണ് ആ വില്ലനും ശരി ഓക്കെ എന്ന് പറഞ്ഞ്
നീ പറഞ്ഞതുപോലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ പിടിയിലുള്ള നിന്റെ മകളെ ഞാൻ പഴയ നിലയിലേക്ക് തിരികെ കൊണ്ടുവരാം. എൻ്റെ കയ്യിൽ എൻ്റെ ജ്യേഷ്ഠനെ തിരികെ താ എന്ന രീതിയിൽ പറയുന്നു. ഇപ്പോൾ ഹീറോയും അതിന് സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി അയച്ച ആ വില്ലൻ പുറത്തുള്ള പ്രിൻസിപ്പൽ മാഡത്തെയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ആ പ്രിൻസിപ്പലിനോട് നിങ്ങൾ 2 ബസ് അറേഞ്ച് ചെയ്യണം. ഞാനും ഇവിടെയുള്ള എല്ലാ വിദ്യാർത്ഥിനികളും ഒരു പ്രധാനപ്പെട്ട ജോലിക്കായി ഒരു സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. ഞങ്ങളുടെ പിന്നാലെ പോലീസുകാർ ആരും ഫോളോ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഫോളോ ചെയ്താൽ ഉള്ളിലെ പെൺകുട്ടികൾക്ക് സേഫ്റ്റി ഉണ്ടാവില്ല എന്ന രീതിയിൽ അയാളും പറയുന്നു. അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ 2 ബസ് അറേഞ്ച് ചെയ്യുന്നു. ആ ബസ്സിൽ ഇപ്പോൾ ഈ വിദ്യാർത്ഥിനികൾ എല്ലാവരും ഈ വില്ലനോടും നമ്മുടെ ഹീറോയോടുമൊപ്പം പോകുന്നതായി കാണിക്കുന്നു. അങ്ങനെ ഇവർ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതേ സ്കൂളിലെ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. സത്യത്തിൽ കുറച്ചു മുമ്പ് നമ്മുടെ വില്ലൻ ഒരു 20 പെൺകുട്ടികളെ പുറത്തുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടിരുന്നല്ലോ. അതിലൊരു പെൺകുട്ടിയാണ് അവൾ. ആ പെൺകുട്ടിയോടും ബസ്സിൽ കയറാൻ വില്ലൻ പറയുന്നു. എന്നാൽ ആ പെൺകുട്ടി വില്ലനെ നോക്കിയിട്ട് അയാളുടെ വാക്ക് കേൾക്കാതെ ആ സ്ഥലത്ത് നിന്ന് ഓടിപ്പോകുന്നതായി കാണിക്കുന്നു. ഇതും നമ്മുടെ ഹീറോ കാണുന്നുണ്ട്. എന്താ ഈ പെൺകുട്ടി മാത്രം ഈ വില്ലൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് ഒരു ചെറിയ സംശയം വരുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിയിൽ കഴിഞ്ഞ 12 വർഷമായി രാവും പകലും നോക്കാതെ തന്റെ ജ്യേഷ്ഠനെ താൻ ഒരുപാട് തെരഞ്ഞു എന്ന രീതിയിൽ ആ രാജ്നാഥ് തന്റെ ജ്യേഷ്ഠനെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് വരുന്നു. അതേസമയം ആ ബസ്സിൽ ഒരു ട്രാക്കർ വെച്ച് പോലീസുകാർ ആ ബസ് എവിടേക്കാണ് പോകുന്നത് എന്ന് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആ ബസ് നമ്മുടെ ഹീറോയുടെ വീട്ടിൽ വന്നെത്തുന്നു. അങ്ങനെ ആ വില്ലൻ അവിടെയുള്ള വിദ്യാർത്ഥിനികളോട് പറയുന്നുണ്ട്, നോക്കൂ പെൺകുട്ടികളെ, ഒരു 50 പേർ വീടിന്റെ വാതിലുകൾ ആരും വരാത്ത രീതിയിൽ കാവൽ നിൽക്ക്. ഒരു 50 പേർ ഈ വീടിനുള്ളിലേക്ക് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഉള്ളിലേക്കും വരുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ ആ വില്ലനെയും കൂട്ടിക്കൊണ്ട് നേരെ ഒരു റൂമിലേക്ക് വരുന്നു. അവിടെ നമ്മുടെ ഹീറോയുടെ മകൾ ചിരിച്ച മുഖത്തോടെ ഇരിക്കുകയാണ്. എന്തിനാണ് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എൻ്റെ ജ്യേഷ്ഠൻ എവിടെയാണ് എന്ന് വില്ലൻ ചോദിക്കുന്നു. ഹീറോയും ആദ്യം എൻ്റെ മകളെ നോക്ക്, എൻ്റെ മകളെ നീ ആ മന്ത്രത്തിൽ നിന്ന് മോചിപ്പിക്ക്, അതിനുശേഷം നിന്റെ ജ്യേഷ്ഠനെ തരാം എന്ന് പറയുന്നു. നോക്കൂ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഒരു വാക്ക് കൊടുത്താൽ അത് തീർച്ചയായും നിറവേറ്റും. എൻ്റെ ജ്യേഷ്ഠനെ കാണിക്ക്, തീർച്ചയായും നിന്റെ മകളെ ഞാൻ മോചിപ്പിച്ച് കാണിക്കാം എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയും താഴെയുള്ള ഒരു മുറിയിലേക്ക് വില്ലനെ കൂട്ടിക്കൊണ്ടുവരുന്നു. ആ മുറി തുറന്നതും ഉള്ളിൽ ഭയങ്കരമായ ദുർഗന്ധം വമിക്കുന്നു. വളരെ മോശമായ അവസ്ഥയിലാണ് ആ മുറി അവിടെയുള്ളത്. അങ്ങനെ ആ മുറിക്കുള്ളിൽ വന്നതും ഈ വില്ലൻ തന്റെ ജ്യേഷ്ഠനായ ആ ഫസ്റ്റ് പാർട്ട് വില്ലനായ പ്രതാപിനെ കാണുന്നു. അയാളുടെ കയ്യിലും കാലിലും ചങ്ങല കെട്ടി വായിലും ഒരു ചങ്ങല കെട്ടിയിട്ടിരിക്കുന്നു. അട പാവി, എൻ്റെ ജ്യേഷ്ഠനെ ഈ കോലത്തിലാണോ നീ കാണാൻ വെച്ചത്? എന്താണ് നീ എൻ്റെ ജ്യേഷ്ഠനോട് ചെയ്തത്? ഏത് മയക്കത്തിലാണ് അദ്ദേഹം എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ അദ്ദേഹത്തിന് ശരിക്കും ഭക്ഷണം കൊടുക്കാറില്ല, ഒരുപാട് ഉപദ്രവിച്ചു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് എഴുന്നേൽപ്പിക്കാം, ബോധം വരും എന്ന് ഹീറോ പറയുന്നു. നീ പറഞ്ഞതുപോലെ നിന്റെ ജ്യേഷ്ഠനെ ഞാൻ നിനക്ക് കാണിച്ചു തന്നു. ഇനി എൻ്റെ മകളെ എനിക്ക് തിരികെത്താം, അവളെ അതിൽ നിന്ന് പുറത്തു വരാൻ സഹായിക്കുക എന്ന് പറയുന്നു. അപ്പോൾ നിന്റെ മകളെ മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരൂ എന്ന് ഹീറോയോട് പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയും തന്റെ മകളെ താഴെ കൊണ്ടുവന്ന് ഇരുത്തുന്നു. അങ്ങനെ ഒരു വീൽ ചെയറിൽ തന്റെ മകളെയും കൂട്ടിക്കൊണ്ട് അതേ റൂമിനുള്ളിലേക്ക് വരുന്നു. എന്താണ് നിന്റെ മകൾ ചിരിച്ച മുഖത്തോടെ തന്നെ ഇരിക്കുന്നത്? ഞാൻ ഇതുവരെ എത്രയോ പേരെ മന്ത്രം ചെയ്തിട്ടുണ്ട്, എന്നാൽ ഈ ചിരിച്ച മുഖത്തോടെ എനിക്ക് ഇവരെ മന്ത്രം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജ്യേഷ്ഠനുള്ള പവർ അത് വേറെ ലെവൽ തന്നെയാണ് എന്ന രീതിയിൽ ഇപ്പോൾ ആ രാജ്നാഥ് ഹീറോയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, നിന്റെ മകളെ ഇതിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ അന്ന് എൻ്റെ ജ്യേഷ്ഠൻ നിന്റെ മകൾക്ക് എന്താണ് കഴിക്കാൻ കൊടുത്തതെന്ന് പറയാമോ എന്ന് ചോദിക്കുന്നു. ഏതോ സ്വീറ്റ് പോലെ എന്തോ കൊടുത്തു, അതാണ് എൻ്റെ മകൾ കഴിച്ചത് എന്ന് ഹീറോ പറയുന്നു. നോക്ക്, മന്ത്രം ചെയ്യുന്നതിന് ഒരു നിശ്ചിത സമയമുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ ഏകദേശം ഒരു ദിവസം വരെ മാത്രമേ നമുക്ക് ആ വ്യക്തിയെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ പോലും ഈ വിദ്യാർത്ഥിനികൾക്ക് ലഞ്ചിൽ ഞാൻ മന്ത്രം ചെയ്ത ഭക്ഷണമാണ് കൊടുത്തത്. അതനുസരിച്ച് ഈ വിദ്യാർത്ഥിനികൾ എല്ലാവരും 24 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ എൻ്റെ വാക്ക് കേൾക്കുകയുള്ളൂ. അതും ഞാൻ അവരുടെ കൂടെ തന്നെ ഉണ്ടായാൽ മാത്രമേ എനിക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. എന്നെ പിരിഞ്ഞ് ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ പുറത്തു പോയി കഴിഞ്ഞാൽ പോലും അവർ വീണ്ടും ബോധത്തിലേക്ക് വന്ന് എൻ്റെ വാക്ക് കേൾക്കാതെ പോകും. നീ റോഡിൽ വരുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടില്ലേ? ബസ്സിൽ കയറാൻ പറഞ്ഞപ്പോൾ അവൾ കയറിയില്ലല്ലോ. കാരണം അവൾ എന്നെ പിരിഞ്ഞ് ഒരു 4 മണിക്കൂർ പുറത്തു പോയിരുന്നു. അതുകൊണ്ടാണ് അവൾ എൻ്റെ വാക്ക് കേൾക്കാതിരുന്നത്. അങ്ങനെ നിന്റെ മകൾ എൻ്റെ ജ്യേഷ്ഠൻ കൊടുത്ത ആ ചോക്ലേറ്റ് കഴിച്ചിരുന്നെങ്കിൽ ഒരു ദിവസം വരെ മാത്രമേ അവൾ തൻ്റെ ജ്യേഷ്ഠൻ്റെ കൺട്രോളിലായിരിക്കുകയുള്ളൂ. പക്ഷേ 12 വർഷം ഇങ്ങനെയുണ്ടെങ്കിൽ അതിനപ്പുറം ഇവിടെ വേറെ എന്തോ ഒരു കടം എൻ്റെ ജ്യേഷ്ഠന് കൊടുക്കാതെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവൻ അത് വെച്ച് നിന്റെ മകളെ ഇങ്ങനെ മന്ത്രം ചെയ്തിരിക്കുന്നത് എന്ന രീതിയിൽ അയാൾ പറയുന്നു. അപ്പോഴാണ് ഹീറോ ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ചെറിയ കാര്യം ഓർമ്മ വരുന്നത്. നിന്റെ ജ്യേഷ്ഠൻ എൻ്റെ മകളെ ആദ്യമായി കാണുമ്പോൾ എൻ്റെ കയ്യിൽ ചില്ലറയില്ല എന്ന് പറഞ്ഞ് ഒരു 10 രൂപയ്ക്ക് അദ്ദേഹം ചായ വാങ്ങിക്കൊടുത്തു എന്ന രീതിയിൽ പറയുന്നു. ഇപ്പോൾ ആ വില്ലൻ രാജ്നാഥും അപ്പോൾ വളരെ സിമ്പിൾ, ആ 10 രൂപ എടുത്തിട്ട് വന്ന് എൻ്റെ ജ്യേഷ്ഠനെ ബോധത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ 10 രൂപ കൊടുക്ക്, നിന്റെ മകൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ പിടിയിൽ നിന്ന് പുറത്തു വരും എന്ന രീതിയിലും പറയുന്നു. എന്നാൽ ഇത് നമ്മുടെ ഹീറോയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്താ പറയുന്നത്? 12 വർഷത്തെ പിടിക്ക് ഈ 10 രൂപയാണോ കാരണം? ഇത് സാധ്യമാണോ എന്ന രീതിയിൽ ചോദിക്കുന്നു. ഹീറോ തന്റെ പേഴ്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ 500 രൂപ നോട്ടുകൾ മാത്രമാണുള്ളത്. എങ്ങനെയോ അവിടെയുള്ള ഒരു ഭണ്ഡാരം പൊട്ടിച്ച് അതിൽ നിന്ന് ഒരു 10 രൂപ എടുത്ത് ഇപ്പോൾ അവിടെ ബോധമില്ലാതെ കിടക്കുന്ന പ്രതാപ് എന്ന വില്ലനെ എഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ അവനെ എഴുന്നേൽപ്പിച്ച് അവൻ്റെ കയ്യിൽ ആ 10 രൂപയും കൊടുക്കുന്നു. നീ എനിക്ക് ചായക്ക് തന്ന ആ 10 രൂപ ഞാനിപ്പോൾ നിനക്ക് തിരികെ തന്നു, കടം വീട്ടി എന്ന രീതിയിൽ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോ തൻ്റെ മകളുടെ അടുത്ത് വന്ന് നോക്കുകയാണ്. മകൾക്ക് ഇപ്പോഴും സംസാരമോ ചലനമോ ഇല്ല. നീ പറഞ്ഞതുപോലെ ആ 10 രൂപ തിരികെ കൊടുത്തല്ലോ, എൻ്റെ മകൾ എന്താ ഇപ്പോഴും ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ഈ രാജ്നാഥിനോട് ചോദിക്കുന്നു. നിന്റെ മകളെ എഴുന്നേൽപ്പിക്ക്, അവളെ തട്ടി വിളിക്ക്, തീർച്ചയായും അവൾക്ക് ഓർമ്മ വരും എന്ന് രാജ്നാഥ് പറയുന്നു.
ഹീറോ എത്രയോ പ്രാവശ്യം ചെയ്തു നോക്കുന്നു, പക്ഷേ മകൾക്ക് അവിടെ ഒരു ഓർമ്മയും വന്നതായി കാണുന്നില്ല. ഹീറോ ഇപ്പോൾ അലറി കരയാണ്. അപ്പോഴാണ് അവരുടെ മകളുടെ മുഖം മാറുന്നത്. 12 വർഷമായി അവിടെ ചിരിച്ചുകൊണ്ടിരുന്ന ആ വായ് ഇപ്പോൾ സാധാരണ നിലയിലായി. അച്ഛ എന്ന രീതിയിൽ പറയാൻ വരുന്നു. അത് കണ്ടതും ഹീറോ വളരെ ഇമോഷണൽ ആവുന്നു. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഹീറോയുടെ മകൾക്ക് ആ ബോധം കുറച്ചായി തിരികെ വന്ന് അച്ഛ അച്ഛ എന്ന് പറഞ്ഞ് അലറി കരയുന്നു. ഇപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇത്രയും നാൾ വശീകരിച്ച് വെച്ചിരിക്കുന്ന ആ പ്രതാപിനെയും അവൾ കാണുന്നു. ആ പ്രതാപിനോട് നമ്മുടെ ഹീറോയുടെ മകൾക്കും ഭയങ്കര ദേഷ്യം വന്ന് എന്ന് അലറുന്നു. മറുവശത്ത് അവിടെ ബോധം വന്ന പ്രതാപിനോട് അദ്ദേഹത്തിൻ്റെ അനിയൻ രാജ്നാഥ് വന്ന് എല്ലാം ശരിയായി പോകാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വായിലെ ചങ്ങലഴിക്കുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ പ്രതാപിന് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്താ സംസാരിക്കാൻ കഴിയാത്തത് എന്ന് അനിയൻ രാജ്നാഥ് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ എൻ്റെ നാവ് ദാ ഇവൻ വെട്ടിമാറ്റി എന്ന രീതിയിൽ പ്രതാപ് ആംഗ്യം കാണിക്കുന്നു. ഇത് കേട്ട രാജ്നാഥിന് ഭയങ്കര ദേഷ്യം വരുന്നു. അടപ്പാവി, എൻ്റെ ജ്യേഷ്ഠനോടാണോ നീ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് അവിടെ നമ്മുടെ ഹീറോയായിട്ട് തല്ലി ചതയ്ക്കുന്നു. നീ എന്നെ ഒന്നും ചെയ്യില്ലെന്നും എൻ്റെ മോളോടൊപ്പം സമാധാനമായി ജീവിക്കാൻ വിടുമെന്നും അല്ല പറഞ്ഞത്, ഇപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? നിന്റെ ജ്യേഷ്ഠനെ കൂട്ടിക്കൊണ്ടു പോയെന്ന രീതിയിൽ ഹീറോ കെഞ്ചി ചോദിക്കുന്നു. ഞാൻ നിന്റെ മകളെയാണോ ഒന്നും ചെയ്യില്ലെന്ന് പറഞ്ഞത്, നിന്നെ അല്ലടാ എന്ന് പറഞ്ഞ് ഹീറോയെ തല്ലുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ, എടാ എല്ലാത്തിനും ഒരു ക്ഷമയുണ്ട്, ഇതിൽ കൂടുതൽ എൻ്റെ മേൽ കൈവച്ചാലോ എൻ്റെ മകളെ ശല്യം ചെയ്താലോ നിനക്ക് ഈ സ്ഥലം വിട്ട് പുറത്തു പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോയുടെ കയ്യിൽ ഒരു വാച്ച് ഉണ്ട്. ആ വാച്ചിൽ ഹീറോ പ്രസ് ചെയ്യുന്നു. അതോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു സൗണ്ട് സിസ്റ്റം പ്രവർത്തിക്കുന്നു. അതായത് ചെവിയിൽ ഒരു ഹൈ ഫ്രീക്വൻസി സൗണ്ട് കേൾക്കുന്നത് പോലെ ആരാ ശബ്ദം കേട്ടാലും മയങ്ങി വീഴും. ഹീറോയുടെ കാതിലും മകളുടെ കാതിലും ഒരു ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് നമ്മുടെ ഹീറോ ആ സൗണ്ട് ഓൺ ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള വിദ്യാർത്ഥിനികളും ഈ വില്ലൻ പ്രതാപും അവന്റെ അനിയൻ രാജ്നാഥും എന്ന് പറഞ്ഞ് എല്ലാവരും മയങ്ങി വീഴുന്നു. അത്രയേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ ആവുന്നു. ഹീറോയുടെ വീട്ടിലേക്ക് പോലീസുകാർ വന്ന് നിറയുന്നു. ഈ വില്ലൻ രാജ്നാഥ് പറഞ്ഞിരുന്നല്ലോ 24 മണിക്കൂറിന് ശേഷം ഈ വിദ്യാർത്ഥിനികൾ സാധാരണ നിലയിലാവുമെന്ന്. ആ വിഷയം ഇപ്പോൾ നമ്മുടെ ഹീറോ പോലീസുകാരോടും ആ പ്രിൻസിപ്പാളിനോടും പറഞ്ഞ് വിദ്യാർത്ഥിനികൾ കുറച്ച് സമയത്തിനുള്ളിൽ ബോധത്തിലേക്ക് തിരിച്ചു വരും, അവരെല്ലാം അവരുടെ വീടുകളിൽ വിട്ടേക്ക്. വില്ലൻ രാജ്നാഥിനെ മാത്രം ഞാൻ വെച്ചോളാം, കാരണം അവനെ ജയിലിൽ അടച്ചാൽ അവനൊക്കെ സന്തോഷമായിട്ടിരിക്കും. ഇവിടെ ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഉപദ്രവം സഹിച്ച് അവന് വയസ്സാവുന്നവരെ വേദനയോടെ ഇരിക്കും. അതാണ് എനിക്കും വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ പ്രതാപ് എന്ന മെയിൻ വില്ലനെ ഏത് റൂമിലാണോ അടച്ചു വെച്ചത്, ഇപ്പോൾ അവൻ്റെ അനിയൻ ആ രാജ്നാഥിനെയും അവിടെ നമ്മുടെ ഹീറോ അതേ റൂമിൽ അടച്ചു വെച്ച് തൻ്റെ ജ്യേഷ്ഠനെ എങ്ങനെയെല്ലാം ഉപദ്രവിച്ചോ അതുപോലെ ഈ അനിയനെയും ഉപദ്രവിക്കാൻ ആരംഭിക്കുന്നു. ഇപ്പോൾ അവസാനം നമ്മുടെ ഹീറോയുടെ മകൾ ഒരു സൂര്യപ്രകാശത്തിൽ ഇരിക്കുന്നതായും അവൾക്ക് ബോധമെല്ലാം തിരികെ വന്ന് അവിടെ സന്തോഷത്തോടെ ജ്യൂസ് കുടിക്കുന്നതായും ഇപ്പോൾ തന്നെ മകളെ നോക്കിക്കൊണ്ട് നമ്മുടെ ഹീറോ സന്തോഷിക്കുന്നതായും കാണിക്കുന്നു. അങ്ങനെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ഇതേ സിനിമയുടെ 1ാം ഭാഗമാണ് ഹിന്ദിയിൽ ഷൈത്താൻ എന്ന് പറഞ്ഞ റീമേക്ക് ചെയ്തത്. എന്നാൽ ആ സിനിമയുടെ അവസാനം ആ സിനിമയിലെ ഹീറോയും അവരുടെ ഭാര്യയും മകനും മകളും എന്ന് പറഞ്ഞ എല്ലാവരും ജീവനോടെ ഇരിക്കുന്ന ഒരു ഹാപ്പി എൻഡിംഗ് ആയിട്ടാണ് സിനിമ അവസാനിച്ചത്. അതായത് റീമേക്ക് ചെയ്ത സിനിമയിൽ എന്നാൽ ഒറിജിനലായി ഈ സിനിമയുടെ ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, അതിൽ ഹീറോയും മകളും മാത്രമാണ് രക്ഷപ്പെട്ടത്. എന്നാൽ ആ വില്ലൻ കാരണം ഹീറോയ്ക്ക് ഭാര്യയും മകനെയും നഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒരു ഭയങ്കരമായ എൻഡിംഗ് ആയിരുന്നു ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ സെക്കൻഡ് പാർട്ട് അവർക്ക് തുടരാൻ കഴിഞ്ഞത്. അവസരം കിട്ടിയാൽ ഈ സിനിമയുടെ 1ാം ഭാഗവും കാണുക. അപ്പോൾ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും കൂടി തരാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.